അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വണ്ടി പറഞ്ഞോ. പ്രൊഫേസ് ഇന്ന് ഡേ 1. ഇന്നത്തെ ദിവസം തന്നെ ഒരുപാട് ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, വണ്ടി കണ്ടിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് കർണാടക രജിസ്ട്രേഷനാണ്, ബാംഗ്ലൂരിൽ നിന്ന് നമ്മുടെ പ്രവർത്തകരാണെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇൻഷാ അല്ലാ ഒന്ന് അവരെ നേരിട്ട് കണ്ട് നമുക്ക് പരിചയപ്പെടാം. നമ്മുടെ കർണാടക രജിസ്ട്രേഷൻ വണ്ടി നമ്മൾ പ്രതീക്ഷ പോലെ തന്നെ ബാംഗ്ലൂരിൽ നിന്നുള്ള നമ്മുടെ സുഹൃത്തുക്കളാണ് വന്നിട്ടുള്ളത്. ഇൻഷാ അല്ലാ ഇന്ന് ഈ സമയത്ത് തന്നെ ഇവർ എത്തിച്ചേർന്നതിൻ്റെ ഉദ്ദേശവും അതുപോലെ ഇവരെ ഒന്ന് പരിചയപ്പെടലും കൂടിയാണ് ഇപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. ഒന്ന് പേരും സ്ഥലം ഒന്ന് പറഞ്ഞ് പരിചയപ്പെടുത്താം. എൻ്റെ പേര് അഫ്സൽ, നാട് പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറം. ഞാൻ ബാംഗ്ലൂർ PhD ചെയ്യാണ്. എൻ്റെ പേര് മസാൻ, ഞാൻ നിലമ്പൂർ, മലപ്പുറം നിലമ്പൂരാണ് വീട്. ബാംഗ്ലൂർ ഞാൻ IT കമ്പനിയിൽ വർക്ക് ചെയ്യാം. എൻ്റെ പേര് ജമീഷ്, നാട്ടിൽ നിലമ്പൂരാണ്, ബാംഗ്ലൂർ ഒരു IT ഫേമിൽ വർക്ക് ചെയ്യും. എൻ്റെ പേര് ഹഫ്സൽ, സ്വന്തം സ്ഥലം നിലമ്പൂർ തന്നെയാണ്. ബാംഗ്ലൂരിലെ ഒരു സെമി കണ്ടക്ടർ ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ ചില ആളുകളെ ചിലപ്പോൾ നിങ്ങൾക്ക് പരിചിതമായ മുഖങ്ങളുണ്ട്. അഫ്സൽക്ക് പ്രത്യേകിച്ച് നമ്മുടെ വർഷങ്ങളായിട്ട് നമ്മുടെ ടീമിലുള്ള ആൾ തന്നെയാണ്. അഫ്സൽക്ക് സുഹൃത്തുക്കളും വന്നപ്പോൾ നമ്മളെന്തായാലും അവരോട് അവരുടെ പ്രതീക്ഷകൾ, കാരണം ഇന്ന് ആദ്യ ദിനമാണ് പ്രൊഫേസിൻ്റെ. സാധാരണ നമ്മൾ പ്രോഗ്രാമിന് വരാറുള്ളത് വൈകിട്ടോ അല്ലെങ്കിൽ തലേദിവസം രാത്രിയൊക്കെയാണ്. അപ്പോൾ ഇന്ന് ഇതിൻ്റെ ഒരുക്കങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് തന്നെ ഇവർ എത്തിച്ചേർന്നതിൻ്റെ ഒരു പ്രതീക്ഷ കൂടി നമുക്കൊന്ന് ചോദിക്കാം. എന്തായാലും ഞാൻ ഇവരിൽ നിന്ന് തുടങ്ങാം. ഇന്ന് ഇപ്പോൾ തുടക്കം മുതൽ തന്നെ പരിപാടിയിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. കഴിഞ്ഞ പ്രൊഫേസിനൊക്കെ കഴിഞ്ഞ ഒരു പ്രൊഫേസ് മാത്രമേ മിസ്സായിട്ടുള്ളൂ. മിസ്സായത് അഡ്ലക്സിൽ നടന്നതിലുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ നിന്ന് എറണാകുളത്തുണ്ട്, പെരിന്തൽമണ്ണ എറണാകുളം ഉണ്ടായിരുന്നു, കുറ്റിപ്പുറം മിസ്സായി. അതിനെ ജമീഷ് പറഞ്ഞ പോലെ തന്നെ ഫ്രീ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ തുടക്കം തന്നെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്തെങ്കിലും ഇവിടെ എന്തെങ്കിലും ഡ്യൂട്ടി കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? വോളണ്ടിയർ ആയിട്ടുള്ള ചെറിയ ഡ്യൂട്ടികളൊക്കെ ഉണ്ടാവും. എന്താണ് നിങ്ങളുടെ ഒരു പ്രതീക്ഷ? എന്താണ് ഇന്നത്തെ പഴയ കൂട്ടുകാരൊക്കെ കാണാം. ഒരു സംഘം അല്ലേ? പ്രോഗ്രാം ആദ്യം മുതൽ കാണാമെന്നുള്ളത്. ഞാൻ ഒരു കാര്യം ചോദിക്കണം. ഇന്ന് ഒരു പ്രോഗ്രാം ഉണ്ട്, ഇന്നൊരു വെറൈറ്റി പ്രോഗ്രാം ഉണ്ട് നമുക്ക് ഇന്ന് തുടക്കത്തിൽ. അത് നിങ്ങൾ എന്തെങ്കിലും ശ്രദ്ധപ്പെട്ടിട്ടുണ്ടോ? വൈകിട്ട് 6:30 പരിപാടിയാണ്. അഫ്സൽക്ക് എന്താണ് കാലഘട്ടത്തിൻ്റെ ആവശ്യമുള്ളൊരു പരിപാടിയാണ്. പ്രത്യേകിച്ച് യുക്തിവാദം വളരെ അതിശക്തമായി പിടിമുറുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ യുക്തിയില്ലാത്ത യുക്തിവാദം, അതാണ്. അപ്പോൾ എല്ലാവരും ക്യാപ്ഷൻ ആരും പെട്ടെന്ന് മറക്കാൻ സാധ്യതയില്ലാത്തൊരു ക്യാപ്ഷൻ അല്ലേ? ഏതായാലും ഇൻഷാ അല്ലാ ഇന്ന് ഇപ്പോൾ നേരത്തെ വന്ന ആൾക്കാരൊക്കെ ചോദിച്ചപ്പോൾ കഴിഞ്ഞ പ്രൊഫൈസിൽ നിന്ന് ഇപ്രാവശ്യം എന്താ വ്യത്യസ്തമാണെന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞ ഈ ഒരൊറ്റ കാര്യമാണ്, ഇന്ന് വൈകിട്ടുള്ള സെഷൻ. കാരണം സാധാരണ നമ്മളൊരു ആളുകളെ ഇങ്ങോട്ട് എത്തിക്കാനുള്ളൊരു സെഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് നടത്താറുള്ളത്, തലേന്ന് തന്നെ ഇവിടെ എത്തി ക്യാമ്പ് ചെയ്യാനുള്ളൊരു ഉദ്ദേശത്തിൽ. പക്ഷേ ഇത്തവണ അതല്ല, ഒരു ഗംഭീര സെഷനാണ് ഇൻഷാ അല്ലാ നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും പൂർണ്ണമായിട്ട് ഇവിടെ ഉണ്ടാവുക IT പ്രൊഫഷണൽസാണ് എല്ലാവരും. ബാംഗ്ലൂരിൽ നിന്ന് നേരത്തെ പറഞ്ഞ പോലെ വന്ന് ചേർന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാ എന്തായാലും പൂർണ്ണമായിട്ട് പ്രോഗ്രാമിന് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ പ്രോഗ്രാമിൻ്റെ പ്രൊഫേസിൻ്റെ ആദ്യ ദിനം ഇന്ന് രാവിലെയാണ് സമയം. ഇന്ന് ഈ സമയം മുതൽ തന്നെ ഒരുപാട് ആളുകൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ആളുകളുടെ വരവ് കണ്ടിട്ട് എന്താണ്, ഇവർ പല ഭാഗത്തു നിന്നുള്ള ആളുകളാണ്, വരവിൻ്റെ ഉദ്ദേശം എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചോദിക്കുകയാണ് ഇവരോട്. ഒന്ന് ആദ്യം ഇവരെ പരിചയപ്പെടുത്തിയിട്ട് നിങ്ങൾ ആരൊക്കെയാണ്, എന്തൊക്കെയാണ് ഇവിടെ നിന്ന് നേരത്തെ എത്തിച്ചേരാനുള്ള കാര്യങ്ങൾ എന്നൊക്കെ ഒന്ന് പറയാം. എൻ്റെ പേര് മുജീബ് എന്നാണ്, തൊടുപുഴ വർക്ക് ചെയ്യണേ. തൊടുപുഴ. എൻ്റെ പേര് ഫൈസൽ എന്നാണ്, ഞാൻ തൊടുപുഴയിൽ നിന്നാണ് വരുന്നത്. എല്ലാവരും തൊടുപുഴക്കാരാണോ? അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഉനൈസ്, ഞാൻ തൊടുപുഴ സ്വദേശിയാണ്. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് അജാസ്, തൊടുപുഴ സ്വദേശിയാണ്. എല്ലാവരും ഒന്നിച്ച് ഒരു സ്ഥലത്ത് നിന്ന് ഒന്നാണ്. എന്താണ് എല്ലാവരും കൂടി നേരത്തെ എത്താനുള്ള കാരണം? ഇവിടെ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉത്തരവാദിത്തങ്ങളുള്ള ആൾക്കാരാണോ, അതോ പ്രോഗ്രാം വീക്ഷിക്കാൻ നേരത്തെ എത്തുകയാണോ? എന്താ പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വോളണ്ടിയറായിട്ട് ചാർജ് ഉണ്ട്. അതുകൂടാതെ നാളത്തെ രജിസ്ട്രേഷനിൽ നമുക്ക് ഡ്യൂട്ടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അറേഞ്ച്മെൻറ്റ് ചെയ്യാനും കേട്ട് പഠിക്കാനും കാര്യങ്ങളും അറിയാനും വേണ്ടിയാണ് നേരത്തെ എത്തിയത്. എല്ലാവരും രജിസ്ട്രേഷൻ ടീമിലാണോ? അതെ, രജിസ്ട്രേഷൻ വിങ്ങിലാണ്. അതെ. അൽഹംദുലില്ലാ, എന്തായാലും കഴിഞ്ഞ തവണത്തെ പ്രൊഫൈസിൽ അങ്കമാലിയിൽ വെച്ച് പങ്കെടുക്കാൻ സാധിച്ചു. അൽഹംദുലില്ലാ, ഇത്തവണയും അതെ ഇത്തവണ പങ്കെടുക്കാൻ പറ്റിയില്ല. അള്ളാഹുവിനെ സ്തുതിക്കുന്നു. വളരെ വ്യത്യസ്തമായ പരിപാടിയാണ്. ഒരു പ്രൊഫഷണൽ എങ്ങനെയായിരിക്കണം അവൻ്റെ ജീവിതം ദീനുമായിട്ട് ബന്ധപ്പെട്ട് ക്രമീകരിക്കേണ്ടത് എന്ന നല്ലൊരു ബോധ്യം ഈ പ്രൊഫൈസിലൂടെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ഇലക്ട്രിസിറ്റി ബോർഡിലാണ് വർക്ക് ചെയ്യുന്നത്. തൊടുപുഴ തന്നെ. ഞാൻ പഞ്ചായത്തിലാണ്. ഞാനും പഞ്ചായത്ത് ഡിപ്പാർട്ട്മെൻറ്റാണ്. ഞാൻ തിരുവനന്തപുരം സെക്രട്ടറി വർക്ക് ചെയ്യുന്നു. സെക്രട്ടറിയേറ്റിൽ മാഷാ അല്ലാ. എല്ലാവരും സത്യം പറഞ്ഞാൽ ഈ പ്രൊഫൈസിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഞാൻ മനസ്സിലാക്കുന്നത് ഇതാണ്. ഞാനും എല്ലാ പ്രൊഫൈസിനും പങ്കെടുത്ത ഒരാളാണ്. ഞാനൊരു എഞ്ചിനീയറാണ്, കൺസ്ട്രക്ഷൻ മേഖലയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഇവരെല്ലാവരും ഇവരെ പരിചയപ്പെടുത്തിയപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ഓരോരുത്തരും ഗവൺമെൻറ്റിൽ ഓരോരോ ഉത്തരവാദിത്തപ്പെട്ട KSEB അതുപോലെ പഞ്ചായത്ത് തുടങ്ങിയ വ്യത്യസ്തമായ നമ്മുടെ ബോർഡുകളിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളാണ്.
എല്ലാം തികച്ചും പ്രൊഫഷണൽസിന് വേണ്ടി നടത്തുന്ന ഒരു പ്രോഗ്രാം അല്ലേ, അങ്ങനെ നമുക്ക് പറയാൻ തോന്നുന്നു അല്ലേ? തീർച്ചയായിട്ടും ഈ ഒരു പ്രോഗ്രാം ഈ പറയുന്ന വളരെയധികം തിരക്ക് പിടിച്ച ജീവിതത്തിലുള്ള പ്രൊഫഷണൽസിന് വേണ്ടി ഇങ്ങനെ ഒരു പ്രോഗ്രാം ഈ അറേഞ്ച് ചെയ്ത് വളരെയധികം ഈ കാലഘട്ടത്തിന് പ്ലാനിങ്ങിൽ കൃത്യമായ പ്ലാനിങ്ങോട് തയ്യാറാക്കി പ്രൊഫൈസിന് പങ്കെടുക്കാൻ സാധിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ അനുഗ്രഹമായിട്ടാണ് നമ്മൾ കാണുന്നത്. എന്താണ് ഇപ്രാവശ്യത്തെ പ്രൊഫൈസിനോടുള്ള പ്രതീക്ഷ? പ്രതീക്ഷ വളരെ നല്ല പ്രതീക്ഷയാണ്. ഇത് കണ്ടു കേട്ട് പോകണം. കുടുംബമൊക്കെ ഇനി അപ്പം ഇനി എത്തിച്ചേരാൻ സാധ്യതയുണ്ടോ? അതോ ഇത്തവണത്തെ പ്രൊഫൈസിൽ ഏറ്റവും വ്യത്യസ്തമായിട്ട് നമ്മുടെ ഓപ്പൺ ഡിബേറ്റ് തന്നെയാണ് ഇന്ന് തുടങ്ങുന്ന ഒരു പുതുമ എന്ന് പറയുന്നത്. നമുക്കറിയാം തീർച്ചയായിട്ടും സമൂഹത്തിലെ പല മേഖലകളിലും യുക്തിവാദം യഥാർത്ഥത്തിൽ അവർക്ക് യുക്തിയില്ലാത്ത യുക്തിവാദം എന്നുള്ളതാണ് അതിൻ്റെ ടൈറ്റിൽ തന്നെ അതാണ്. അപ്പോൾ യുക്തിയില്ലാത്ത തീർച്ചയായിട്ടും ദൈവനിഷേധവും ലിബറൽ ചിന്താഗതികളും ഒക്കെ ആയിട്ട് ഒരുപാട് സമൂഹത്തിലെ യുവാക്കളെയും സ്റ്റുഡൻസിനെയൊക്കെ വഴിപഴപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ കേരളത്തിൽ വളർന്നു വരുന്നത്. അപ്പോൾ അതിനെതിരെ തീർച്ചയായിട്ടും പ്രൊഫൈസ് സീസണും തീർച്ചയായിട്ടും ശ്ലാഘനീയമാണ് ഇന്നത്തെ ഒരു പ്രോഗ്രാം എന്നാണ് പറയാനുള്ളത്. ഇന്ന് വൈകുന്നേരം തന്നെയുള്ള പ്രോഗ്രാമിലും പങ്കെടുക്കാം. ഏതായാലും സന്തോഷം. ഇൻഷാ അല്ലാഹ്. വരാട്ടെ. അസ്സലാമു അലൈക്കും.